മുണ്ടക്കയുടെ മുകൾ പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകരോട് പ്രദേശത്തു നിന്നും മാറുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കനത്ത മഴയ്ക്കിടെ ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനം തുടരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ആസിഫും ഉണ്ടായിരുന്നു ഫയർഫോഴ്സിനോടൊപ്പം. നമ്മൾ അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ ആസിഫ് പറഞ്ഞത് മറ്റുള്ളവരെല്ലാം മാറിയെങ്കിലും ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനം തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് അവിടെയുള്ളത്. അഭിനന്ദാർഹമായ ഒരു ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർ നാളത്തേക്ക് ബെയിലി പാലം തയ്യാറായി കഴിയുമ്പോൾ ഫയർഫോഴ്സിന്റെ ഇടപെടലുകളിലൂടെ മുണ്ടക്കൈ ഭാഗത്ത് ഏറ്റവും കൂടുതലായി റോഡുകൾ സജ്ജമാക്കാൻ കഴിഞ്ഞാൽ യന്ത്ര സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടം ഫലപ്രദമായി മുന്നേറാൻ സാധിക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഫയർഫോഴ്സ് അതിതീവ്ര മഴയെയും അതിജീവിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അവിടെ നിന്ന് ആസിഫ് നമ്മളോട് പറഞ്ഞിരുന്നത്. കൂടുതൽ വിവരങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ഇന്നലെയും ഒക്കെ ഈ സമയമായപ്പോഴേക്കും കടുത്ത മൂടൽമഞ്ഞും അതിതീവ്രമായ മഴയും ഈ മുണ്ടക്കൈ മേഖലയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ആസിഫ് ഉണ്ട് അവിടെ നിന്ന്. ആസിഫ്, നിലവിലെ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യമാണോ? അതോടൊപ്പം തന്നെ ഫയർഫോഴ്സുകാരുടെ പ്രവർത്തനം അതിപ്പോഴും തുടരുകയാണോ? തീർച്ചയായും പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശത്ത് തീവ്ര മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അനുഭവപ്പെട്ടുകൊണ്ട് ഇരുന്നത്. അതിശക്തമായ മഴയിലും രക്ഷാപ്രവർത്തനം തിരച്ചിലും തുടരുന്ന ഒരു നടപടിയാണ് നമ്മുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് താൽക്കാലികമായി ഇപ്പോൾ അവർ അവസാനിച്ചിരിക്കുകയാണ്. കാരണം ഒരു തരത്തിലും അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ 2 മണിക്കൂറായി ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അത് താൽക്കാലികമായി അവർക്ക് അവസാനിപ്പിച്ച് അവർ ഇനിയൊരു കുന്ന് കയറി വേണം അവർ പുറത്തേക്ക് എത്താൻ. അതിന് ഏകദേശം അരമണിക്കൂറോളം സമയമെടുക്കും അവർ ആ കുന്നിറങ്ങി ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ. അതിനുശേഷം വേണം ആ ദൗത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥർക്കും താഴേക്ക് ഇറങ്ങി വരാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം റോഡൊരുക്കുന്ന നടപടികളും ഇപ്പോൾ കഴിയുന്നിടത്തോളം ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കുഞ്ചിമട്ടത്തിന് അടുത്തുള്ള പ്രദേശത്തേക്ക് വരെ നമുക്കിപ്പോൾ ബെയിലി പാലം തയ്യാറാക്കിയതിനു ശേഷം നാളെ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ സുഗമമായി എത്താൻ കഴിയും. അവിടെ തകർന്ന് തരിപ്പണമായി പോയ ആ റോഡ് പൂർണ്ണമായും അവർ വീണ്ടെടുത്തിരിക്കുകയാണ്. വലിയ ഒരളവോളം മണ്ണ് മരവും എല്ലാം വന്ന് അടിഞ്ഞു കിടന്ന ഒരു പ്രദേശം, കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അടക്കം വന്ന് അടിഞ്ഞു കിടന്ന ഒരു പ്രദേശമാണ് കഴിഞ്ഞ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനിടയിൽ കേരള ഫയർഫോഴ്സ് ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ദൗത്യം അവർ ഏറ്റെടുക്കുകയായിരുന്നു. കാരണം ഈ റോഡ് വീണ്ടെടുക്കുക എന്നുള്ള ദൗത്യം അവർ ഏറ്റെടുക്കുകയായിരുന്നു. എങ്കിൽ മാത്രമേ നാളത്തെ രക്ഷാപ്രവർത്തനം സുഗമമായി പോവുകയുള്ളൂ എന്ന് കൃത്യമായി അറിയാവുന്ന ആളുകളായിരുന്നു. നിരവധി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡിപ്പാർട്ട്മെന്റാണ് നമ്മളുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് അവർക്കറിയാം നാളെ ഇത് നടക്കണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ മാത്രം തുടർന്നാൽ പോരാ, നാളെ സുഗമമായ ഒരു സഞ്ചാരത്തിന് ആവശ്യമായുള്ള പാത കൂടി വേണമെന്നുള്ളത്. ആ ദൗത്യം ഏറ്റെടുത്ത് അത് ഇപ്പോൾ സാധ്യമാകുന്ന എല്ലാ വഴികളും അവർ തുറന്നിരിക്കുകയാണ്. ഒന്ന്, മുണ്ടക്കൈ നമ്മൾ രാവിലെ പോയ സമയത്ത് വലിയ മരങ്ങൾ വന്ന് അടിഞ്ഞു കിടന്ന പ്രദേശത്ത് അത് മുഴുവൻ അവിടെ നിന്ന് നീക്കുന്ന സമയത്ത് തന്നെ അവരുടെ തിരച്ചിലും തുറന്നുള്ളതാണ്. കാരണം ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ച് വേണം ആ ഒരു തിരച്ചിൽ തുടരാനുണ്ടായിരുന്നത്. അത്തരത്തിൽ സൂക്ഷ്മമായ തിരച്ചിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തി ആ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് നീക്കി ഇപ്പോൾ പാത ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് സുഗമമായി ആ പ്രദേശത്ത് കൂടി വാഹനങ്ങൾ കടന്നു പോകാം. നാളെ നേവിയുടെയും ആർമിയുടെയും മറ്റും വാഹനങ്ങൾ വരുന്ന സമയത്ത് അത് സുഗമമായി അങ്ങോട്ട് കടന്നു പോകാനും ഈ രക്ഷാദൗത്യം തുടരാനും കഴിയും. എന്തായാലും നമുക്ക് കൈകൾ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന എക്വിപ്മെന്റ്സ് വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരുന്ന സേവനം അത് നമ്മൾ കണ്ടതാണ്. ചെങ്കുത്തായ മലകൾ കയറിയിറങ്ങി അവർ കുടുങ്ങിക്കിടന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ അടക്കം എത്തിക്കുന്ന ഒരു ഘട്ടം. അപ്പുറേ സൈഡിൽ, അതായത് നമ്മുടെ ദുരന്തമുണ്ടായതിന് മറുകരയിൽ, ഇപ്പോൾ മുണ്ടക്കൈയുടെ അടക്കം മറുകരയിൽ തകർന്നു പോയ വീടുകൾ, ആ വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പോലും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് നമ്മുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ അതിവിപുലമായ സേവനം നേവിയും ആർമിയും അടക്കം നടത്തിയിരിക്കുന്ന സേവനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. നമ്മൾ ആ ഒരു ദൗത്യത്തിന്റെ ഒപ്പം പോയതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഈ ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കേരള ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും. അത് നമ്മളിങ്ങനെ കൺമുമ്പിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വാർത്തയായി എത്തിച്ചേ കഴിയുകയുള്ളൂ. അവർ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. അത് അവരുടെ ജോലിയുടെ ഭാഗമായും അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ ഒരു സന്നദ്ധതയും അവരുടെ സേവനവും തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതവർ കേവലം ഒരു ജോലിയായി കാണുകയാണെങ്കിൽ ഇങ്ങനെ
ഒന്നും ഒരു തരത്തിലും പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ല. അത് ആ ഒരു ജോലി എന്നതിന്റെ അപ്പുറത്തേക്ക് അവരതൊരു ഏറ്റെടുക്കലാണ്. ഈ ഒരു ദുരന്ത ഭൂമിയിലെ മണ്ണിൽ നിന്ന് പരമാവധി ആളുകളെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം ആണ് ഇപ്പോൾ. തീർച്ചയായും. അപ്പോൾ ആസിഫ്, ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അവർ നാളേക്ക് വേണ്ടുന്ന ഒരു തയ്യാറെടുപ്പ് എന്നോണം അവിടെയുള്ള വഴികളൊക്കെ ക്ലിയർ ചെയ്തു കഴിഞ്ഞു. അതൊക്കെ മനുഷ്യസാധ്യമായ രീതിയിൽ അവർ ക്ലിയർ ചെയ്തു. അതിനുശേഷം അവരിപ്പോൾ തിരിച്ചു മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ ചൂരൽമലയിലും അതുപോലെ തന്നെ അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിലും ഒക്കെ ഇപ്പോൾ മഴ കനത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാണോ? കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അട്ടമല അടക്കമുള്ള മുഴുവൻ പ്രദേശങ്ങളിലും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് വിഭാഗം, അതായത് കേരള ഫയർഫോഴ്സിന് ഒരു വിഭാഗം ഈ റോഡ് ഒരുക്കുന്ന ദൗത്യം ഏറ്റെടുത്തപ്പോൾ തന്നെ അതോടൊപ്പമാണ് മറ്റ് ഈ തെരച്ചിലും തുടർന്നത്. ആ തെരച്ചിൽ വളരെ സമയം നീണ്ടുനിന്ന ഒരു തെരച്ചിലാണ്. 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഒരു തെരച്ചിലാണ് ഉണ്ടായത്. അതും ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ച് അവർ മല ഇറങ്ങുകയാണ്. വളരെ ശ്രമകരമായ ദൗത്യം. മറ്റെല്ലാവരും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മാറി നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അവർക്കൊന്നും ആ ഘട്ടത്തിൽ അവിടെ തെരച്ചിൽ നടത്താൻ കഴിയില്ല. എങ്കിൽ പോലും ഇതിനു മുമ്പുണ്ടായ അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് അവർ ആ ഒരു മേഖലയിൽ അവരുടെ സേവനം തുടർന്നുകൊണ്ടേയിരുന്നു. അത് ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വെയിൽ തെളിയുന്ന ഒരു സാഹചര്യമില്ല. പൂർണ്ണമായ രീതിയിൽ മഴമേഘങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. മൂടൽമഞ്ഞ് പരക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി അവിടെ തുടർന്നാൽ പോലും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ആണ് അവർ ആ ദൗത്യം അവസാനിപ്പിച്ച് ഇപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരി ആസിഫ്, അതോടൊപ്പം തന്നെ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഏതൊരു ഘട്ടത്തിലായി എന്ന് ഇന്ന് വൈകിട്ടത്തേക്കും അത് പൂർണ്ണ സജ്ജമാകുന്ന ഒരു അവസ്ഥയിലേക്കാണോ എത്തുന്നത്? നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ മുൻപ് കണ്ടിരുന്നു, ഏകദേശം ഒരു 70% മുകളിൽ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലേക്ക് എത്തുന്നു. നാളെ ആകുമ്പോഴേക്കും അത് പൂർണ്ണ സജ്ജമാകും. അടുത്ത ഘട്ടം രക്ഷാപ്രവർത്തനം നാളെ ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ അവിടെയുള്ളത്? നമുക്ക് മനസ്സിലാക്കാം, ഇന്ന് ഒരു 7 മണിയോടുകൂടി അത് പൂർണ്ണമായ രീതിയിൽ പൂർത്തിയാക്കുമെന്നാണ് നമ്മുടെ ആ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റാഫി അടക്കം അവർ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു 7 മണിയോടുകൂടി പൂർത്തിയാക്കുകയാണെങ്കിൽ, എല്ലാ ജോലികളും പൂർത്തിയാക്കി പൂർണ്ണ സജ്ജമാകുകയാണെങ്കിൽ നമുക്ക് ഇനി സ്വാഭാവികമായി ഇങ്ങോട്ട് വാഹനങ്ങൾ കടന്നു വന്നുകൊണ്ട് ഒരു തരത്തിലുമുള്ള രക്ഷാപ്രവർത്തനം സാധ്യമല്ല. അത് നമ്മൾ നാളെ രാവിലെ പുലർച്ചെ ആരംഭിക്കുമ്പോൾ അത് ഏറ്റവും സുഗമമായി പോകാൻ കഴിയുന്ന സാഹചര്യം അവിടെയും ഉണ്ടാകും, മുകളിലേക്കും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് എന്തായാലും പറയാൻ കഴിയുക. അങ്ങനെ നമ്മളുടെ എല്ലാ വിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ 3-ാം ദിവസവും ഒരു മടുപ്പും ബാധിക്കാതെ ആ ഒരു രക്ഷാദൗത്യം ഭൂമിയിൽ നിലയുറപ്പിക്കുകയും ആ രക്ഷാദൗത്യം തുടരുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. നമുക്ക് ഒരുപക്ഷെ മൃതദേഹങ്ങൾ മാത്രമായിരിക്കും വീണ്ടെടുക്കാൻ കഴിയുക. കാരണം നമ്മൾ തിരച്ചിൽ നടത്താവുന്ന മുഴുവൻ മേഖലയിൽ തിരച്ചിൽ നടത്തി. കുടുങ്ങിക്കിടന്ന കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ച് അകത്ത് കയറേണ്ട സാഹചര്യത്തിൽ അത്തരത്തിൽ പൊളിച്ച് അകത്ത് കയറി ഇവരെ തിരച്ചിൽ നടത്തി. ഇനി നമ്മൾ പരമാവധി നഷ്ടപ്പെട്ടു അവരുടെ ജീവനറ്റ ശരീരമാണെങ്കിൽ പോലും അതെങ്കിലും കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. നിരവധി സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ ലഭിക്കുന്നത് എന്ന് ഉച്ച സമയത്ത് നമ്മൾ 1 മണി സമയത്ത് നമ്മൾ ഒരു പ്രദേശത്ത് നിന്ന് ലൈവ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവിടെ കവറിൽ മനുഷ്യ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ എടുത്ത് കെട്ടിവെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോ അത്രത്തോളം ആ ദുരന്തത്തിന്റെ വ്യാപ്തി ഉണ്ടായിട്ടുണ്ട്. ആ വ്യാപ്തി ഒരു കൂട്ടം മനുഷ്യരെ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില കാഴ്ചകളൊന്നും കണ്ട് വിവരിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഈ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ഒരു ദുരന്തത്തിന്റെ ഭാഗമായി ചിതറിപ്പോവുകയും അതിൽ നിന്ന് ചില ഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്യുക, അത് കാണേണ്ടി വരിക എന്ന് നമ്മളത് കാണുന്നതേ ഉള്ളൂ. പക്ഷെ അത് വീണ്ടെടുക്കുന്ന ഒരു വലിയ കൂട്ടം മനുഷ്യരുണ്ട് ആ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവർ. അത്തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം കണ്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ ഈ ഒരു രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവരെ അവരുടെ ഒരു സേവനത്തെ നമുക്ക് എല്ലാ ഘട്ടത്തിലും നമുക്ക് നന്ദിയോടുകൂടി മാത്രമേ സ്മരിക്കാൻ കഴിയുകയുള്ളൂ. ഒരു മടിയും ബാധിക്കാതെ അവർ ആ ഒരു ഭൂമിയിൽ സേവന സന്നദ്ധരായി മുന്നോട്ട് പൊക്കൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും
ആ ഒരു രക്ഷാദൗത്യം ഇന്ന് തൽക്കാലത്തേക്ക് അവസാനിച്ചെങ്കിൽ പോലും നാളെ മുതൽ തന്നെ അത് തുടരും. അത് നമ്മളുടെ സേനാ വിഭാഗങ്ങൾ മാത്രമല്ല, സേവന സന്നദ്ധരായി ഇതിന് ട്രെയിനിങ് ലഭിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മതസംഘടനകളുടെയും കീഴിലുള്ള സംഘടനകൾ അടക്കം ഈ ഒരു ദുരന്തഭൂമിയിലുണ്ട്. ഇന്ന് ഈ ശരീരത്തിന്റെ ഭാഗങ്ങളടക്കം കണ്ടെത്തിയ സ്ഥലത്തെല്ലാം തിരച്ചിൽ നടത്താനും അവരും നമ്മളുടെ സേനാ വിഭാഗങ്ങളെ പോലെ തന്നെ സന്നദ്ധരായി മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരുമിച്ച് നിൽക്കൽ മാത്രമാണ് നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനില്ലാത്ത ശരീരം എങ്കിലും വീണ്ടെടുക്കാൻ കഴിയുക. അതിന് സജ്ജരായ ഒരു വലിയ കൂട്ടം മനുഷ്യരിവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇനിയും പ്രതീക്ഷകൾ ബാക്കി വെക്കുന്നത്.